ഈ 2025 വർഷത്തിലെ ആസിഫ് അലിയുടെ ആദ്യ മലയാളം സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണല്ലോ രേഖാചിത്രം. ആസിഫിനെ നായകനാക്കി ജോഫിൻ ഡി ചാക്കോ സംവിധാനം ചെയ്ത സിനിമ ഇപ്പോഴത്തെ 3-ാം ദിവസത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ആദ്യ ദിവസം തന്നെ തിയേറ്ററുകളിലെ പോസിറ്റീവ് അഭിപ്രായങ്ങൾ ലഭ്യമായ സിനിമ ഇപ്പോഴത്തെ കളക്ഷൻ കൊണ്ട് തിയേറ്ററുകളിലെ ഞെട്ടിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. വെറും 2 ദിവസങ്ങൾ കൊണ്ട് 10 കോടി 20 ലക്ഷം എന്ന വമ്പൻ ഗ്ലോബൽ ബോക്സ് ഓഫീസ് കളക്ഷൻ നേരിടുത്തു തുടങ്ങിയ സിനിമയ്ക്ക് ഇന്ന് ശനിയാഴ്ച പ്രതീക്ഷിച്ച പോലെ വളരെ മികച്ച കളക്ഷൻ വർധന വന്നിരിക്കുകയാണ്. ഇന്നലെ ഇതേ സമയം 99 ലക്ഷത്തിൽ പരമാണെങ്കിൽ ഇന്ന് 1 കോടി 55 ലക്ഷം രൂപയാണ് കേരള ട്രാക്കിംഗ് ഗ്രോസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ സിനിമയുടെ 2-ാം ദിവസം കേരളത്തിൽ 2 കോടി 10 ലക്ഷം കേരള ഗ്രോസ് വന്ന സിനിമയ്ക്ക് ഇന്ന് 3 കോടിയോളം രൂപ കേരള ഗ്രോസ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 3 കോടി തന്നെ ടച്ച് ചെയ്യാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനായിട്ട് കഴിയില്ല. ആദ്യ 2 ദിവസത്തെ സിനിമയുടെ കേരള ഗ്രോസ് കളക്ഷൻ 4 കോടി 2 ലക്ഷം രൂപയാണ്. ആ 4 കോടിയോടൊപ്പം ഇന്നത്തെ 3 കോടി കൂടി ചേർക്കുമ്പോൾ 7 കോടി രൂപ കളക്ഷനാണ് നിലവിൽ 3 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ സിനിമയ്ക്കായിട്ട് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത്. അതേസമയം വേൾഡ് വൈഡ് എസ്റ്റിമേറ്റിലേക്ക് വരികയാണെങ്കിൽ ഇന്നലത്തെ മാത്രം വേൾഡ് വൈഡ് ഗ്രോസ് 6 കോടി രൂപയ്ക്ക് മുകളിലാണ്. അപ്പോൾ ഇന്ന് ശനിയാഴ്ച 7-8 കോടി റേഞ്ചിലെല്ലാം തന്നെ വേൾഡ് വൈഡ് ഗ്രോസ് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്നത്തോടെ 3 ദിവസങ്ങൾ കൊണ്ട് രേഖാചിത്രം ഗ്ലോബൽ ബോക്സ് ഓഫീസ് കളക്ഷൻ 17-18 കോടി റേഞ്ചിലേക്ക് എത്തപ്പെടുന്നതാണ്. അങ്ങനെ ആകെ മൊത്തം അതിവേഗത്തിൽ ഒരു ആസിഫ് അലി സിനിമയുടെ കളക്ഷൻ ബോക്സ് ഓഫീസിൽ കുതിക്കുകയാണ്. ഇനി നാളെ വരാനിരിക്കുന്ന സിനിമയുടെ ഇന്നത്തെ യഥാർത്ഥ കളക്ഷൻ അറിയാനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.